ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോസ് എഡ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചിട്ടാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49. ഇതിൻ്റെ മറ്റൊരു പേര് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. അപ്പം ഈ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ടാണ് ഈ കമ്മീഷന് രാധാകൃഷ്ണ കമ്മീഷൻ എന്നൊരു പേര് കൂടിയിട്ട് വന്നത്. അപ്പോൾ ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിലവിൽ വന്നത്? നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ വിവിധ വശങ്ങൾ പഠിക്കുന്നതിനും അതിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 1949 1949 എന്താണ് നമ്മുടെ രാധാകൃഷ്ണ കമ്മീഷൻ ശുപാർശ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. അതിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട ശുപാർശകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു വികസനം, സാമൂഹ്യപരമായിട്ടുള്ളൊരു കാര്യക്ഷമത, അതുപോലെ എന്താണ് സാംസ്കാരിക പുരോഗതി, മൂല്യവത്തായിട്ടുള്ള ജീവിതം, സ്നേഹം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സർവകലാശാല വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അധ്യാപകരാണെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസത്തിലെ അധ്യാപകരെന്ന് പറഞ്ഞാൽ നല്ല ഗുണനിലവാരമുള്ള ആൾക്കാരായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷകളൊക്കെ തന്നെ മെച്ചപ്പെടുത്തണം. അതുപോലെ അവരുടെ ശമ്പള നിരക്കും മറ്റ് സേവനങ്ങളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കണം. അതുപോലെ അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അവധി നൽകേണ്ടതാണ്. വെച്ചാൽ അവർക്ക് ലീവ് എടുത്ത് പോകാനുള്ള പെർമിഷനും ഒക്കെ തന്നെ നൽകണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ 12 വർഷത്തെ സ്കൂളിങ്ങിന് ശേഷമാണ് സർവകലാശാലകളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യ ബിരുദം ഫസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന 3 ഇയർ ആയിരിക്കും, 3 വർഷമായിരിക്കും. പരീക്ഷാ ദിനങ്ങൾ ഉൾപ്പെടെ പ്രവൃത്തി ദിവസം എന്ന് പറയുന്നത് 180 ദിവസങ്ങളായിരിക്കും. അപ്പം അധ്യാപനം നടക്കുന്ന സർവകലാശാലകളുണ്ടല്ലോ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കോളേജൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കോളേജുകളൊക്കെ ആണെങ്കിൽ അവിടെ ഏകദേശം ഒരു 3000-ഓളം കുട്ടികൾക്കും അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ ഏകദേശം 1500-ഓളം കുട്ടികൾക്കുമാണ് സീറ്റുകൾ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ അത്രയും കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാവൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസർച്ചാണ്. കുട്ടികളെ റിസർച്ചിലേക്ക് സർവകലാശാലകളിൽ കുട്ടികളെ ഗവേഷണത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പുകളൊക്കെ തന്നെ നൽകണം എന്നൊരു ശുപാർശ ഇവർ മുന്നോട്ട് വെച്ചു. അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിൽ വിദ്യാഭ്യാസം, അഗ്രികൾച്ചർ, കൃഷി, വ്യാപാരം, വിദ്യാഭ്യാസം, അതുപോലെ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, നിയമം, അതുപോലെ മെഡിസിൻ, വ്യവസായം, അതുപോലെ പൊതുഭരണം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തൊഴിൽ വിദ്യാഭ്യാസങ്ങൾ ആരംഭിക്കണം അല്ലെങ്കിൽ അതിനെ വികസിപ്പിക്കണമെന്നൊരു ശുപാർശ വെച്ചു. അതിനുശേഷം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും പരമാധികാരം ആർക്ക് നൽകി? UGCക്ക് നൽകി. UGCയുടെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അപ്പം ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആയിരിക്കും ഈ യൂണിവേഴ്സിറ്റീസിന് വേണ്ടുന്ന ഫണ്ടുകളും മറ്റുമൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡറി സർവകലാശാലകളിലൊക്കെ തന്നെ മാതൃഭാഷയ്ക്കും നമ്മുടെ മദർ ടങ്ങിനും ഹിന്ദിക്കും പുറമെ ഇംഗ്ലീഷ് ലാംഗ്വേജും പഠിപ്പിക്കണം എന്നൊരു തീരുമാനം കൊണ്ടുവന്നു. അതുപോലെ ഹയർ സ്റ്റഡീസിന് ഹയർ സ്റ്റഡീസിൻ്റെ പഠന മാധ്യമം അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണമെന്നൊരു കാര്യവും കൂടി ഇവർ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ മതപരമായിട്ടൊരു സഹിഷ്ണുത അല്ലെങ്കിൽ മതനിരപേക്ഷത വളർത്താൻ വേണ്ടിയിട്ടും സർവകലാശാലകൾ പ്രവർത്തിക്കണമെന്ന് ഈ ഒരു കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നീട് സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സമർത്ഥരായിട്ട് പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഒക്കെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്കോളർഷിപ്പുകളും മറ്റുമൊക്കെ തന്നെ ഇവർ നൽകാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ NCC, NSS തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ പ്രോത്സാഹനം നൽകി. അതുപോലെ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചതിൽ നടക്കാതെ പോയൊരു ശുപാർശയായിരുന്നു ഗ്രാമീണ സർവകലാശാലകൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വ്യവസായം, കൃഷിയൊക്കെ ആയി ബന്ധപ്പെട്ട ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു ഗ്രാമീണ സർവകലാശാലകൾ. പക്ഷെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം അങ്ങനൊരു ഒരു ശുപാർശ കൂടി മുന്നോട്ട് വെച്ചു.
പിന്നീട് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വിമൻസ് കോളേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് രാധാകൃഷ്ണ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഏറ്റവും ലാസ്റ്റത്തതാണ് പരീക്ഷകളിലെ മാറ്റം. പരീക്ഷകളിലെ ഈ ഉപന്യാസ രീതികൾ, എസ്സേ മോഡൽ, എസ്സേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിയിട്ട് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ പരീക്ഷകൾ ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം എന്താണ് രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഈ രാധാകൃഷ്ണ കമ്മീഷൻ്റെ മെറിറ്റ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ എന്താണ്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇതെന്താണ് നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ എല്ലാ വശങ്ങളെയും ഈ കമ്മീഷൻ പരിഗണിച്ചതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മതനിരപേക്ഷതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതൊക്കെ ഈ ഒരു രാധാകൃഷ്ണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ മെറിറ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മതനിരപേക്ഷത എന്നൊക്കെ ഈ കമ്മീഷനിൽ പറഞ്ഞുവെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വ്യാഖ്യാനം നൽകുവാനായിട്ട് കമ്മീഷന് കഴിയാതെ പോയി. പിന്നീട് ഗ്രാമീണ സർവകലാശാലകൾ, ഞാനത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഒരു പരാജയമായിരുന്നു എന്ന്. ഗ്രാമീണ സർവകലാശാലകൾ എന്ന് പറയുന്ന ആ ഒരു ശുപാർശ സാധ്യമാക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ആ ശുപാർശ ഫലവത്തായില്ല. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത രാധാകൃഷ്ണ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.